ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മാങ്ങക്കറി ആയാലോ. നല്ല നാടൻ മാങ്ങ വെച്ചിട്ട്, ആ ചെറിയ ചെറിയ കാട്ടുമാങ്ങ എന്ന് പറയും, നാട്ടുമാങ്ങ എന്ന് പറയും. അത് തൊലി പൊളിച്ച് പാത്രത്തിലേക്ക് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നെകക്കെ വെള്ളം ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് നന്നായിട്ടൊന്ന് വേകാനായിട്ട് വെക്കുക. ഒരു 10-15 മിനിറ്റ് വേകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെന്നാണ് ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേൻ്റെ അകത്തോട്ട് ഒരു തേങ്ങ ചിരകിയതും, ഒരു സ്പൂൺ ജീരകം, 5-6 ചെറിയുള്ളി, 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് ഒതുക്കി അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ഒരു പരുവത്തിലേക്ക് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന മാങ്ങയുടെ കൂട്ടിനകത്തോട്ട് ചേർക്കുക. എന്നിട്ട് ഈ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ആ ജാറൊന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർക്കാം. പിന്നെ ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ മിസ്സായത് 2 ശർക്കരയും കൂടെ ചേർത്തിട്ട് വേണം ഇത് മിക്സാക്കി വയ്ക്കാൻ. ഇനി ഉപ്പ് മുളക് ഒക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, എന്നിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് കറിവേപ്പില, വറ്റൽമുളക്, ചെറിയുള്ളി ഇവയെല്ലാം കൂടെ ഒന്ന് താളിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ചിട്ട് അതങ്ങനെ തന്നെ ദമ്മായിട്ടിരിക്കണം. അപ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് കടുക് പൊട്ടിച്ചതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സ് ഇറങ്ങും. ഇങ്ങനെ ഇതൊരു 10-15 മിനിറ്റ് വെച്ച ശേഷം കഴിക്കുവാണെങ്കിൽ നല്ല അടിപൊളി മാങ്ങാക്കറി റെഡി.